യു.പി.എ. മന്ത്രിസഭയിലെ പ്രശ്നപരിഹാരകനും രണ്ടാം സ്ഥാനക്കാരനുമായിരുന്ന പ്രണബ് മുഖർജി രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായതോടെയാണ് രാഹുൽ ഗാന്ധി മന്ത്രിസഭയിലേക്ക് വരണമെന്ന ആവശ്യമുയർന്നത്. ഇതോടൊപ്പം പ്രധാനമന്ത്രിയെക്കുറിച്ചും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒപ്പം തന്നെ വിവിധ ഏജൻസികളിൽ നിന്നും മോശം പ്രതികരണമുണ്ടായതും പാർട്ടിയിലും മന്ത്രിസഭയിലും രാഹുലിന്റെ ഇടപെടൽ അനിവാര്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തിച്ചു. സൽമാൻ ഖുർഷിദ്, ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ നേതൃനിരയിലേക്ക് വരണമെന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും ആവശ്യപ്പെട്ടു. എന്നാൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ തിരിച്ചടിയെ തുടർന്ന് പ്രതിരോധത്തിലായ രാഹുൽ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു. പാർട്ടിയുടെയും സർക്കാരിന്റെയും നയപരമായ കാര്യങ്ങളിൽ ഇടപെടാതെയിരുന്ന രാഹുൽ ഒടുവിൽ നാടകീയമായാണ് മനസ്സ് തുറന്നത്. കേന്ദ്ര സർക്കാരിലും മന്ത്രിസഭയിലും സജീവമായി ഇടപെടുമെന്ന് വ്യക്തമാക്കിയ രാഹുൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞതായും അറിയിച്ചു. ചുമതലയേൽക്കുന്ന സമയം പ്രധാനമന്ത്രിയും സോണിയാഗാന്ധിയും തീരുമാനിക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് നേരത്തെ സോണിയാഗാന്ധിയും വ്യക്തമാക്കിയിരുന്നു. നിലവിൽ അമേഠിയിൽ നിന്നുള്ള ലോക്സഭാംഗവും AICC ജനറൽ സെക്രട്ടറിയുമായ രാഹുൽ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റാകുമെന്നാണ് സൂചന. കേന്ദ്രമന്ത്രിസഭയിലെ സുപ്രധാന സ്ഥാനവും വഹിക്കും. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു. ഉപപ്രധാനമന്ത്രി അടക്കമുള്ള സുപ്രധാന പദവി രാഹുലിന് നൽകണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും 2014 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുന്നതിനൊപ്പം അധികാരം നിലനിർത്തുന്നതിനും രാഹുലിന്റെ മന്ത്രിസഭാ പ്രവേശനം ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം. രാജേഷ് കോയിക്കൽ, ഇന്ത്യ വിഷൻ, ദില്ലി.